ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ദുബായ് മോളിലോട്ടാണ്. നമ്മളൊരു 3-4 തവണയൊക്കെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിലും ഞാൻ അങ്ങനെ കറക്റ്റായിട്ടുള്ള വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇന്നും ഞാൻ പോയിട്ടുണ്ടെങ്കിലും ഒരുപാട് വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. ചെറിയ രീതിയിൽ കുറച്ച് ഭാഗം, കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു 2 മണിക്കൂർ ടൈം ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് പോകാൻ പറ്റിയ കുറച്ച് ഏരിയകൾ മാത്രം കവർ ചെയ്തിട്ടുണ്ട്. കാരണം ഒരുപാടുണ്ട്, കാണാനും ഉണ്ട്, ഒരുപാട് നടക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അത്രയും സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോയ ആ ഒരു സെക്ഷൻ മാത്രം വീഡിയോസ് ഷെയർ ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മൾ പോകുന്നത് പാർക്കിംഗ് ഏരിയയിലോട്ടാണ്. ഇവിടുന്ന് അതായത് നമ്മൾ വരുന്നത് ഷാർജയിൽ നിന്നാണ്. നമ്മൾ മാപ്പ് വെച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ദുബായ് മോളിൻ്റെ സബീൽ പാർക്കിങ്ങിലോട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. സബീൽ പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് കേട്ടോ. അവിടെയും അത്യാവശ്യം നന്നായിട്ട് കാണാനൊക്കെ ഉണ്ട്. ഞാൻ വേറൊരു ദിവസം അങ്ങോട്ടേക്ക് പോകുമ്പോൾ വീഡിയോ ഇടാം കേട്ടോ. നമ്മൾ വരുന്ന വഴിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ബുർജ് ഖലീഫ കാണുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ദുബായ് മോളിൻ്റെ അടുത്ത് തന്നെയാണ് ബുർജ് ഖലീഫ ഉള്ളത്. നമ്മളിപ്പോൾ ആ വരുന്ന ഫസ്റ്റിൽ ആ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പാർക്കിങ്ങൊക്കെ കിട്ടി. ഈ കാണുന്ന താഴേക്കൊക്കെ കാണുന്നത് പാർക്കിംഗ് ഏരിയയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പാർക്കിംഗ് കിട്ടി. നമ്മൾ P4 ലെവലിലായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ലെവലാണ് ഈ ബ്ലാക്ക് കളറിൽ നിൽക്കുന്നത് P4. അവിടുന്ന് പിന്നെ നമ്മൾ എസ്കലേറ്റർ വഴി മുകളിലോട്ട് കയറുക ചെയ്ത്. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു 2nd ഫ്ലോർ ആയിട്ടാണ് എന്തോ ആണ് വരുന്നത്. പിന്നെ ഈ കാണുന്നതൊക്കെ ദുബായിൽ ഓരോ സ്ഥലങ്ങളുടെ പേരാണ് കേട്ടോ. ഈ ബോർഡിൽ ഈ വാളിൽ വെച്ചിട്ടുള്ളതൊക്കെ ദേറ, പിന്നെ അൽബർഷ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അവിടെ കരാമ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കരാമയൊക്കെ എല്ലാവർക്കും അറിയുന്ന സ്ഥലമായിരിക്കും അല്ലേ. അങ്ങനെ നമ്മളിതാ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കുറച്ച് അതായത് ഈ ഏരിയയൊക്കെ എന്തോ ദുബായ് മോളിലോട്ട് എത്തിയിട്ടില്ല നമ്മളിപ്പോഴും. നമ്മൾ ആ പാർക്കിങ്ങിൽ നിന്ന് മുകളിലോട്ട്, അതായത് ദുബായ് മോളിൽ തന്നെ അതിൻ്റെ തന്നെ ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു വിൻഡോയിലൂടെ നമുക്ക് ബുർജ് ഖലീഫ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അവിടെ നിന്നിട്ടൊക്കെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന ഈ ഒരു ഭാഗത്തു നിന്ന്, അതായത് പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് നമ്മൾ എസ്കലേറ്റർ വഴി കയറി വന്നിട്ട് ഈ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് ദുബായ് മോളിൻ്റെ അവിടെ വരേക്ക് എത്താനായിട്ട് കുറച്ച് ദൂരമുണ്ട് നടക്കാനായിട്ട്. അപ്പോൾ ചിലപ്പോൾ ഇവിടെ വരുന്ന എല്ലാവരും അങ്ങോട്ടേക്ക് പോകണമെന്നുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ഇവിടെ നിന്നിട്ടും കുറേ പേര് ബുർജ് ഖലീഫയുടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സിറ്റിംഗ് സെറ്റപ്പ് കണ്ടോ, സൂപ്പറായിട്ടില്ലേ. ആ സോഫ കാണാൻ ആമിക്കുട്ടിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇത് ഫക്കി മെഡി സെൻ്ററാണ്, അതായത് ഹോസ്പിറ്റൽ തന്നെ കേട്ടോ. ഫക്കി യൂണിവേഴ്സിറ്റി ഉണ്ട് ഇവിടെ, അതിൻ്റെ ഒരു ചെറിയൊരു സെക്ഷനാണെന്ന് തോന്നുന്നു. പിന്നെ ഇതൊരു ബാർബിക്യൂ ഗ്രിൽ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കൗതുകം തോന്നി, കാരണം ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഇത് കാണുന്ന സെറ്റപ്പിൽ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ പിന്നെയും പല എൻട്രൻസ് ഉണ്ട് കേട്ടോ ഇതിന്. അതുകൊണ്ട് തന്നെ നമ്മൾ വന്ന വഴി ഏതാന്ന് തിരിച്ചു പോകാൻ നേരത്തെ നമ്മൾ ശരിക്കും കഷ്ടപ്പെടും. പിന്നെ റൂട്ട് മാപ്പൊക്കെ നോക്കാനുള്ളൊരു സ്ക്രീനും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൂടെയൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അതൊക്കെ നമുക്ക് അത്രയും അറിയുന്നുണ്ടെങ്കിൽ നോക്കാം. നമ്മളത് യൂസ് ചെയ്തിട്ടില്ല, കാരണം ഞാനിതുവരെ നോക്കിയിട്ടില്ല അങ്ങനെ. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഷോപ്പുകളാണ്. ഇത് പക്ഷേ ദുബായ് മോളിൻ്റെ അവിടേക്ക് നമ്മൾ കടന്നിട്ടില്ല കേട്ടോ. അതിന് മുന്നേ ഉള്ള, അതായത് സബീൽ പാർക്കിങ്ങിൽ നമ്മൾ നിർത്തിയിട്ട് വരുമ്പോൾ ആ ഒരു ഏരിയയിലുള്ള ഷോപ്പുകളാണ് ഇതൊക്കെ. മെട്രോ ഇറങ്ങിക്കഴിഞ്ഞാലും നമുക്ക് അത്യാവശ്യം നടക്കാനുണ്ട് കേട്ടോ. മെട്രോ ഇറങ്ങിയിട്ടും ദുബായ് മോളിലോട്ട് വരാനും കുറച്ച് സമയം, മീൻസ് കുറച്ച് ദൂരം നടക്കാനുണ്ട്. ആ ഒരു ടൈമിലും അവിടെ ഉണ്ടാവും ഇങ്ങനെ കുറേ ഷോപ്പുകളൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഇത് എവിടെ നിന്നാണ് കണ്ടോ, ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ നിന്ന് അങ്ങറ്റം വരേക്കും നടക്കാനുണ്ട്. അപ്പോഴാണ് ശരിക്കും അതിൻ്റെ എൻട്രൻസിലോട്ട് എത്തുക. അപ്പോൾ ഇവിടെ കണ്ടോ ഈ ബഗ്ഗി സർവീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഞാനും രാജേട്ടനും ആമിയും മാത്രമാണെങ്കിൽ ഞാനത് നടക്കുള്ളായിരുന്നു. പക്ഷെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇതിൽ പോകാമെന്ന്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോരുത്തർ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. വണ്ടി വന്ന് നിർത്തുമ്പോഴത്തേനും അത് ഫില്ലാവും. അപ്പോൾ ആദ്യത്തേൽ ആമിക്കുട്ടിയൊക്കെ കയറിപ്പോയി കേട്ടോ. പിന്നെ തൊട്ട് പിന്നാലെ വേറൊരു വണ്ടി ഓരോ 5 മിനിറ്റോ 2 മിനിറ്റ് കൂടുമ്പോൾ, മീൻസ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു 2-3 മിനിറ്റിൻ്റെ അത്രയേ ഉള്ളൂ ദൂരം. ഈ വരുന്നവരൊക്കെ അവിടെ നടന്നു വരുന്ന ആൾക്കാരാട്ടോ. അപ്പോൾ പിന്നെ ഒരു വണ്ടി വന്നപ്പോൾ ഞങ്ങളതിൽ കയറിപ്പോയി. ഞങ്ങളവിടെ ചെന്ന് ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് ദുബായ് മോളിൻ്റെ ഓരോന്നും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് ഷോപ്പുകളും പിന്നെ ഓരോരോ കാര്യങ്ങളായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ഈ ലൈറ്റിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്സ് കണ്ടോ, ഇത് ഇവരുടെ UAE നാഷണൽ ഡേ ആകുമ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഇപ്പോൾ റമദാൻ ആയതുകൊണ്ട്, അതുപോലെ ക്രിസ്മസ് ആകുമ്പോൾ അങ്ങനെ ഓരോന്നും ലൈറ്റൊക്കെ ഒരു നല്ല രീതിയിൽ സെറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ദുബായ് മോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മോളാണ് ദുബായ് മോൾ. ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് വേൾഡിലെ ഏറ്റവും വലിയ ബിൽഡിങ്ങായ ബുർജ് ഖലീഫ ഉള്ളതും ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 2004 കേട്ടോ. ഏകദേശം ഒരു $20 ബില്യൺ അടുത്തൊക്കെ ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് അറിയുന്നത്. അത് ഗ്രൂപ്പാണ് കേട്ടോ ഇതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷനിലൊന്നാണ് ഇവിടുത്തെ അക്വേറിയം. ഏറ്റവും വലിയൊരു അക്വേറിയമാണ്. അത് നമുക്ക് പുറത്ത് നിന്നിട്ട് നമുക്ക് കാണാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ചൊക്കെ നമുക്ക് അവിടെ പുറത്ത് ഗ്ലാസ്സിലൂടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഉള്ളിലോട്ട് കയറണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ടിക്കറ്റൊക്കെ എടുക്കണം. അത് അത്യാവശ്യം പേയ്മെൻറ്റും ഉണ്ട് കേട്ടോ.
എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, എന്തായാലും 300 അടുത്തൊക്കെ ആയിട്ട് വരുന്നുണ്ട് പേയ്മെൻറ്റ്. പിന്നെ ബുർജ് ഖലീഫ കയറാനുള്ളതും കൂടിയിട്ടായിട്ട് അങ്ങനെ കോംബോ ഓഫറായിട്ടും ടിക്കറ്റ് അവിടെ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അതല്ല നമുക്ക് അക്വേറിയം മാത്രമാണെങ്കിൽ അങ്ങനെയും സെപ്പറേറ്റ് എടുക്കാൻ പറ്റും. പേയ്മെൻറ്റ് എത്രയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറേ എന്താ പറയുക, ഇതൊരു ഏകദേശം 48 മീറ്ററോളം നീളമുണ്ട് ഇവിടുത്തെ ഒരു ടണലെന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഉള്ളിലൂടെയൊക്കെ നമുക്ക് നടന്ന് കാണാനൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ അത്രയും പേയ്മെൻറ്റ് കൊടുത്തിട്ട് ഇതുവരെയും കയറി കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ മുകളിൽ ആ ഒരു ഭാഗത്തൊന്നും അത്രയ്ക്ക് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. തിരക്ക് മുഴുവൻ എപ്പോഴും താഴെയായിട്ടാണ് ഉണ്ടാവുക. അതായത് ഗ്രൗണ്ട് ഫ്ലോറിലായിട്ടാണ് അക്വേറിയം ഉള്ളത്. ആ ഒരു സൈഡിലും നല്ല തിരക്കുണ്ടായിരിക്കും. അതേപോലെ തന്നെ ഫൗണ്ടെയിൻ്റെ ആ ഏരിയയിലോട്ട് പോകാനായിട്ട് ആ ഭാഗത്തേക്കും നല്ല തിരക്കായിരിക്കും കേട്ടോ. ഫൗണ്ടെയിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോയും കൂടെ ഒന്ന് ഫുള്ളായിട്ട് കാണണേ. അതും നമ്മൾ കാണേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. മ്യൂസിക്കൽ ഫൗണ്ടെയിനാണ് കേട്ടോ.
കണ്ടോ, ഈ ഒരു ഭാഗത്തായിട്ടാണ് തിരക്ക് കൂടുതലും വരുന്നത്. ആ കണ്ട തിരക്ക് മുഴുവനുള്ളത് ഈ ഫൗണ്ടെയിൻ ഏരിയ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ് കേട്ടോ. ഇവിടെ നിന്നാൽ നമുക്ക് ബുർജ് ഖലീഫ കാണാം. അപ്പോൾ ആ ലേസർ ഷോ, അതായത് ഫൗണ്ടെയിൻ നടക്കുന്ന ആ ടൈമിൽ എല്ലാ ദിവസവും വൈകിട്ട് 6 തുടങ്ങിയിട്ട് 11 മണി വരെ ഓരോ അരമണിക്കൂറിലുണ്ടായിരിക്കും കേട്ടോ. മ്യൂസിക്കൽ ഫൗണ്ടെയിനാണ്. നല്ല രസമായിട്ട് അത് കാണാനായിട്ട്. അതേ ടൈമിൽ തന്നെ ഇതിൻ്റെ ഓരോ ഗ്യാപ്പിലായിട്ട് ലേസർ ഷോ ഉണ്ടായിരിക്കും ബുർജ് ഖലീഫയിൽ. അതും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അത് കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരുടെ തിരക്കും. അതുകൊണ്ട് ഈ ഒരു ഏരിയ എപ്പോഴും നല്ല തിരക്ക് ഉണ്ടായിരിക്കും. വേൾഡിലെ തന്നെ ഏറ്റവും വലിയ മ്യൂസിക്കൽ ഫൗണ്ടെയിൻ ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് 500 ഫീറ്റ് വരെ ഉയരത്തിൽ വെള്ളം പോകുന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ടൈമിംഗ് എങ്ങനെയാണ് 6 to 11. അത് ഓരോ അരമണിക്കൂറിലും ഒരു 10 മിനിറ്റിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും. 10-8 മിനിറ്റിൻ്റെ അടുത്തൊക്കെയാണ് അത് ഉണ്ടാവുക. പിന്നെ വരുന്നത് ഇത് കാണുന്നതാണ് കേട്ടോ. ഇതാണ് ഹ്യൂമൻ വാട്ടർഫോൾസ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നമുക്ക് കുറേ ഫോട്ടോസ് എടുക്കാം. ഈ ഒരു ഭാഗത്തുണ്ട്, ഇതിന് തൊട്ടപ്പുറത്തായിട്ടൊരു ചെറിയൊരു പാർട്ട് കൂടി ഉണ്ട്. ഇവിടെ നമ്മളിപ്പോൾ കുറച്ച് ഭാഗങ്ങളൊക്കെ പോയി കണ്ടിട്ടുള്ളൂ കേട്ടോ. കാരണം ഒരുപാട് നടക്കാനുണ്ട്. അപ്പം അച്ഛനും അമ്മയും ഉള്ളതുകൊണ്ട് അവർക്ക് അത്രയും നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ പോയ ഭാഗങ്ങൾ മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ. എന്നാലും ദുബായ് മോളിൽ മെയിനായിട്ടുള്ള മ്യൂസിക്കൽ ഫൗണ്ടെയിനും അതുപോലെ അക്വേറിയം നമ്മൾ പുറത്ത് നിന്നിട്ടായാലും കണ്ടിട്ടുണ്ട്. പിന്നെ ലേസർ ഷോ, ഹ്യൂമൻ വാട്ടർഫോൾ, ഇതൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെയും ഉണ്ട് കേട്ടോ, കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണേണ്ട ഭാഗങ്ങളായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.